الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ആയുസ്സിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ എല്ലാവർക്കും, വിശേഷം നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും, പ്രത്യേകിച്ചും യുദ്ധത്തിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. ഈ വർഷം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനുവേണ്ടി പുറപ്പെട്ടുള്ള മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവർക്ക് ഹജ്ജ് ഉംറയൊക്കെ നിർവഹിച്ച് സുരക്ഷിതരായി, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി നാടുകളിലേക്ക്, വീടുകളിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ലോക മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിനും വിജയത്തിനും അള്ളാഹു തആല കാരണമാക്കി തീർക്കുമാറാകട്ടെ. 1934 തമിഴ്നാട്ടിൽ നിന്നും ഹൈദർ മിർസ എന്ന് പറയുന്ന പിതാവ് തന്റെ 8 വയസ്സുള്ള മകൻ മസ്താൻ മിർസയുമായി ബോംബെയിലേക്ക് വണ്ടി കയറുന്നത്. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളാണ് അദ്ദേഹത്തെ ബോംബെയിലേക്ക് തന്റെ മകനെയും കൂട്ടി പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ബോംബെ വീട്ടിയിലെത്തി ഹജ്ജ് ഹൗസിനടുത്ത് ഒരു ചെറിയ സൈക്കിൾ ഷാപ്പ് തുടങ്ങി അവിടെ വാപ്പയും മകനും കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തുച്ഛമായ വരുമാനങ്ങൾ നേടിക്കൊണ്ടിരുന്നു. 10 വർഷത്തെ അവിടുത്തെ ജോലി കഴിഞ്ഞപ്പോൾ മകൻ മസ്താൻ മിർസ തീരുമാനിച്ചു, ഈ ജോലിയുമായി മുന്നോട്ടു പോയാൽ കാര്യമായി ജീവിക്കാനൊന്നും കിട്ടൂല. അങ്ങനെയാണ് തന്റെ സൈക്കിൾ ഷോപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്ന ബോംബെ ഡോക്യാർഡിന്റെ സൂപ്പർവൈസറായ ഹാജി സാഹിബുമായി പരിചയപ്പെട്ട് അദ്ദേഹം ഒരു ജോലി ഈ 18 വയസ്സുകാരന് ബോംബെ പോർട്ടിൽ ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു പോർട്ടറുടെ ജോലിയാണ്. ഹോങ്കോങ്ങിൽ നിന്നൊക്കെ വരുന്ന, ദുബൈയിൽ നിന്നൊക്കെ വരുന്ന കപ്പലുകളിൽ വരുന്ന സാധനങ്ങൾ ചുമന്ന് വെളിയിലെത്തിക്കുക. ഇതാണ് മസ്താൻ മിർസയ്ക്ക് കിട്ടിയ ജോലി. ആ ജോലി തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കള്ളക്കടത്തിലേക്കും ഒക്കെ തന്റെ ജീവിതം വഴിമാറി. അവിടെ തുറമുഖത്ത് 5ഓളം വരുന്ന മസ്താൻ എന്ന പേരുള്ള ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മസ്താനെ തിരിച്ചറിയാൻ വേണ്ടി അവിടെയുള്ള ചുമട്ടുകാര് ഹാജിവാല മസ്താൻ എന്ന് പേരിട്ടു. ഹാജിയാർ കൊണ്ടുവന്ന, സൂപ്പർവൈസർ ഹാജി കൊണ്ടുവന്ന മസ്താൻ എന്ന അർത്ഥത്തിൽ ഹാജിവാല മസ്താൻ എന്ന് പേരിട്ടു. അത് ലോപിച്ചാണ് പിന്നീട് ഹാജി മസ്താൻ എന്ന പേരിൽ ബോംബെയിലെ അധോലോക ചക്രവർത്തിയായ ഹാജി മസ്താൻ അറിയപ്പെട്ടത്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ ആഘോഷത്തിനാണ് അദ്ദേഹം ആദ്യമായി മദ്യപിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള ഹാജി മസ്താന്റെ ജീവിതം ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. ബോംബെയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത അധോലോക ചക്രവർത്തിയായി ഹാജി മസ്താൻ ഇങ്ങനെ വളർന്നു വന്നു. സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കള്ളക്കടത്ത് നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഇങ്ങനെ കൂടിക്കൂടി വന്നു.
ഒരിക്കൽ പോലും അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടില്ല. കാരണം അത്രമാത്രം വലിയ രാഷ്ട്രീയ പിടിപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു അധോലോക ഗുണ്ട എന്ന നിലയ്ക്ക് ഹാജി മസ്താൻ ജീവിതത്തിൽ പിടിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ തന്റെ കള്ളക്കടത്തും അതോടൊപ്പമുള്ള സിനിമാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും ഒക്കെയായി ഇങ്ങനെ നീങ്ങുമ്പോഴാണ് അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന കരിനിയമത്തിന്റെ പേരിൽ ആദ്യമായി ഹാജി മസ്താൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ജയിലിൽ അദ്ദേഹത്തിന്റെ തടവുപുള്ളിയായിരുന്നു ജയപ്രകാശ് നാരായൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ജയപ്രകാശ് നാരായണൻ എന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് മാത്രമല്ല, നല്ലൊരു ഗാന്ധിയനായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ശക്തമായൊരു വിമർശകനും കൂടിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കൂടെ ജയിലിൽ തന്റെ സഹതടവുകാരനായിട്ടുണ്ട്. ഈ ജയപ്രകാശ് നാരായണന്റെ ആദർശം ഇദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ 18 മാസക്കാലത്ത് ജയിൽവാസം കഴിഞ്ഞ് ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് മനംമാറ്റം സംഭവിക്കുകയാണ്. അന്ന് 12ഓളം വലിയ വിലയുള്ള കാറുകൾ തന്റെ ഗാരേജിൽ കിടപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. 18 വയസ്സുമുള്ള അദ്ദേഹത്തെ വിളിക്കുന്നത് ഹാജി മസ്താൻ എന്നാണ്. പക്ഷെ അദ്ദേഹം ഹാജിയുമായിരുന്നില്ല, മസ്താനുമായിരുന്നില്ല. മസ്താൻ എന്ന് പറഞ്ഞാൽ സൂഫി ദർഗകളിലൂടെ കറങ്ങി നടക്കുന്ന ആളുകളാണ്. അദ്ദേഹം ഒരു സൂഫി ദർഗയിലും പോയിട്ടില്ല. അദ്ദേഹത്തെ 18 വയസ്സ് മുതൽ ഹാജി എന്ന് വിളിക്കുമ്പോഴും അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല. അവസാനം ജയിലിൽ നിന്നിറങ്ങിയ ഹാജി മസ്താൻ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിക്കുക. പരിശുദ്ധമായ കഅബയിൽ ചെന്ന് മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വന്നു. പിന്നീട് നാം കാണുന്ന ഒരു പുതിയ ഹാജി മസ്താനെയാണ്. അദ്ദേഹം തീരുമാനിക്കുന്നു, ഇതൊന്നുമല്ല ജീവിതം, എന്റെ കോടാനുകോടി വരുന്ന ഈ സമ്പാദ്യങ്ങളൊന്നുമല്ല ജീവിതം എന്ന് മനസ്സിലാക്കി സാമൂഹ്യ സേവനങ്ങളും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടി പോലും രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1994 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നു. ഹജ്ജ് ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതിന് നമുക്ക് ചരിത്രത്തിൽ പല ഉദാഹരണങ്ങളും കാണാൻ കഴിയും. ഒരിക്കൽ കേരളത്തിൽ വടക്കൻ മലബാറിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുസ്ലിം മന്ത്രി, അദ്ദേഹം പാർട്ടി അറിയാതെ വിദേശ പര്യടനത്തിനിടയിൽ ഹജ്ജിന് വേണ്ടി പോയി. ഹജ്ജ് നിർവഹിച്ച് പരിശുദ്ധമായ റൗള ഷെരീഫിന്റെ സമീപത്ത് ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് ഇക്കായത്? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കരയരുതെന്ന് പഠിപ്പിച്ച ആളല്ലേ നിങ്ങൾ എന്താണ് ഇപ്പൊ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കും ഇതെല്ലാം ഉണ്ട് എന്നാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന് മാനസാന്തരം വരുത്താൻ കഴിയുന്ന, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് പരിവർത്തനം വരുത്താൻ കഴിയുന്ന ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഏത് വലിയ കുറ്റവാളിയും ഏത് ക്രൂരനും അവന്റെ മനസ്സലിഞ്ഞ് മാനസാന്തരപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ മടക്കി അവനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുണ്യകർമ്മമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മുശ്രിക്കായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനായിക്കൊണ്ട് പ്രവാചകന്റെ കയ്യിലേക്ക് തന്റെ കൈ വെച്ചു കൊടുത്തിട്ട് ആ ഘട്ടത്തിൽ കൈ അദ്ദേഹം വലിക്കുന്നുണ്ട്. കൈവലിച്ച അംറിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അംറെ നീ കൈവലിച്ചത്? മുസ്ലിമാകാൻ സന്നദ്ധനായിട്ടല്ലേ എന്റെ മുന്നിൽ നീ വന്നത്? അങ്ങനെയല്ലേ എന്റെ കൈ പിടിക്കാൻ വേണ്ടി നീ തയ്യാറായത്? ഇപ്പോൾ നീ എന്താ കൈവലിക്കാൻ കാരണം? അപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്തരിത്തു, എനിക്ക് ചില ഡിമാൻഡുകൾ പറയാനുണ്ട് നബി. അങ്ങയുടെ കൈ പിടിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില ഡിമാൻഡുകളുണ്ട്. ഞാൻ എന്റെ ജാഹിലിയ ജീവിതത്തിൽ വലിയ തെറ്റുകൾ ചെയ്തു പോയൊരു മനുഷ്യനാണ്. എനിക്കറിയേണ്ടത്, അങ്ങയുടെ കൈ പിടിച്ച് ഇസ്ലാം സ്വീകരിച്ചാൽ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ എന്നറിയണം. എന്നിട്ടേ ഞാൻ ഇസ്ലാം സ്വീകരിക്കാനുള്ളൂ. ആ കുറ്റവാളിയായ മനുഷ്യന്റെ ഡിമാൻഡ് അതാണ്, എന്റെ ഇസ്ലാം കൊണ്ട് എന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമോ? അവിടെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അംറെ നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരു മനുഷ്യൻ മുസ്ലിം ആകുന്നതോടുകൂടി അവന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടും, ഒന്നും ബാക്കി ഉണ്ടാവില്ല. എന്റെ കൈ പിടിച്ച് നീ ചെല്ലുന്ന കലിമ നിന്റെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളെയും പൊറുപ്പിക്കുന്നതാണ്. തന്നെയല്ല, ഹിജ്റ കഴിഞ്ഞകാല ജീവിതത്തിലെ പൊറുപ്പിക്കുന്നതാണ്.
ഹജ്ജ് മനുഷ്യന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളെല്ലാം പൊറുപ്പിക്കുന്നതാണ് എന്ന് ഈ 3 കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കാൻ പോകുകയാണ്. ഹാജിമാരെല്ലാം രാജ്യങ്ങളുടെ എല്ലാ രാജ്യത്തു നിന്നും പരിശുദ്ധമായ പുണ്യഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. അവർ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അവർ അള്ളാഹുവിന്റെ അതിഥികളാണ്. അള്ളാഹുവിന്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ടാണ് പുണ്യഭൂമിയിലേക്ക് അവരെത്തിയിട്ടുള്ളത്. അവരെല്ലാവരും ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കായിലേക്കും മദീനയിലേക്കുമുള്ള വഴിയോരങ്ങളിലെല്ലാം മർഹബൻ ലിദുയൂഫിർ റഹ്മാൻ, റഹ്മാനായ പടച്ചവന്റെ അതിഥികൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതമോതുന്ന ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ പ്രതിനിധികളായി പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ട ഹാജിമാർ ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ ഹാജിയാണ്. ആദം നബി അലൈഹി ഇസ്ലാമാണ് ആദ്യമായി ഹജ്ജ് ചെയ്തയാൾ. അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യയിൽ നിന്ന് നടന്നുപോയി 40 അല്ലെങ്കിൽ 100 ഹജ്ജുകൾ നിർവഹിച്ചു എന്ന് ചരിത്രം ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാജിമാർ എത്തിപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നാണ്. കേരളീയരായി നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ വലിയ വകയുണ്ട്. കാരണം ഹാജിമാർ അവരുടെ മീഖാത്തിൽ നിന്ന് മിഹ്റാം കെട്ടുന്ന സമയത്ത് അവരുടെ എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റും. അവരുടെ സൗന്ദര്യത്തിന്റെ, സ്ഥാനലബ്ധിയുടെ, അലങ്കാരത്തിന്റെ, അധികാരത്തിന്റെ എല്ലാവിധ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റിക്കൊണ്ട് ഇഹ്റാം ചെയ്യുന്ന ഓരോ ഹാജിയും ധരിക്കുന്ന 2 മുണ്ടുണ്ട്. പുരുഷന്മാർ ധരിക്കുന്ന ഒരു ഉടുമുണ്ടും ഒരു പുതയ്ക്കാനുള്ള മുണ്ടുമാണ്. ലോകത്ത് ഞാൻ അറിഞ്ഞെടുത്തോളം ഇതേപോലെ മുണ്ട് ധരിക്കുന്ന ഒരു സമൂഹം കേരളീയരല്ലാതെ വേറെയില്ല. തമിഴ്നാട്ടിലുള്ളവരും ഇന്തോനേഷ്യക്കാരൊക്കെ മുണ്ടെടുക്കാറുണ്ട്, പക്ഷെ ഒരു മൂട്ടിയ മുണ്ട എടുക്കുക. ഹാജിമാർക്ക് അല്ലാഹു തആല അംഗീകരിച്ച വേഷം കേരളക്കാരന്റെ വേഷമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുന്ന മക്കയിലാണ്. അള്ളാഹുവാണ് അതിന് സ്ഥലം നിശ്ചയിച്ചത്. ലോകാവസാനം വരെ ഹജ്ജിന്റെ സ്ഥലം തീരുമാനിക്കാൻ വേണ്ടി ഒരു യോഗവും കൂടേണ്ടതില്ല. ആരും ആ വിഷയത്തിൽ അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല. ഹജ്ജ് എന്നും നടക്കുക പരിശുദ്ധമായ പുണ്യഭൂമിയിലായിരിക്കും. അതിൽ തർക്കമില്ല. അതിന്റെ സമയം നിശ്ചയിച്ചതും പടച്ചോൻ തന്നെയാണ്. ആരും സമയത്തിന് വേണ്ടി ഇനി കമ്മിറ്റി കൂടേണ്ടതില്ല. ആർക്കും ഈ സമയം മാറ്റാനിട്ട് സാധ്യവുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ സ്ഥലവും സമയവും എല്ലാം എന്നേക്കുമായിട്ട് നമുക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം മക്കയിൽ നടക്കാൻ പോകുകയാണ്. വരും ദിവസങ്ങളിൽ ഹാജിമാർ മിനയിലേക്കുള്ള അവരുടെ പ്രയാണങ്ങൾ ആരംഭിക്കുകയാണ്. മിനയിൽ ചെന്ന് രാത്രി താമസിച്ച് അവിടെ നിന്ന് ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കാൻ പാകത്തിന് അറഫയിലെത്തി അറഫ എന്ന് പറയുന്ന ലോക മുസ്ലിമീങ്ങളുടെ സമ്മേളനം ആ മൈതാനിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ, നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ വളരെ ഈമാനികമായി ആവേശമുണ്ടാകേണ്ട ദിവസങ്ങളാണ്. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ദീനിന്റെ പൂർത്തീകരണമാണ്. അൽ ഹജ്ജു തമാമുൽ ഇസ്ലാമി വ കമാലു. ഹജ്ജ് ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ദീൻ പൂർണ്ണമാവുക. അതുകൊണ്ടാണ് ബഹുമാന്യരായ സഹാബാക്കൾ അവർ ഹിജറ ചെയ്ത സമയത്ത് അവരോട് ദീൻ പൂർണ്ണമായി എന്ന് അല്ലാഹു തആല പറഞ്ഞില്ല. അവർ മുസ്ലിമായ സമയത്ത് അവരുടെ ദീൻ പൂർണ്ണമായി എന്ന് പറഞ്ഞില്ല. അവർ ജിഹാദ് ചെയ്ത സമയത്തും അവരോട് ദീൻ പൂർണ്ണമായി എന്ന് പറഞ്ഞില്ല. മറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് അവരോട് പറഞ്ഞത് അസ്റുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജ് നിർവഹിച്ച സമയത്താണ്. അവിടെ വെച്ചാണ് ഇറങ്ങിയത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണം നടക്കുന്നത് ഹജ്ജോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയാലും, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, ഹജ്ജിന് സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ, ആരോഗ്യപരമായ കഴിവുണ്ടെങ്കിൽ, ഹജ്ജ് ചെയ്യാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീൻ പൂർണ്ണാകൂല. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പുണ്യഭൂമിയിലെത്തി ഹജ്ജ് ചെയ്യൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഒമൻ കഫറ, ഇനി ഒരാൾ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ഒമൻ കഫറ നിഷേധിയാവുകയാണെങ്കിൽ, കാഫിറാവുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹുവിന് ലോകരുടെ ആവശ്യമില്ല.
അവിടെ പടച്ചവന്റെ പ്രയോഗം ഒമൻ കഫറ എന്നാണ്. അള്ളാഹു സമ്പത്ത് നൽകിയിട്ടും ആരോഗ്യം നൽകിയിട്ടും ഹജ്ജിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഒമൻ കഫറ, നിങ്ങൾ നിഷേധിയാവുകയാണെങ്കിൽ നിങ്ങളുടെ ഒന്നും ആവശ്യം അള്ളാഹുവിനില്ല എന്ന് അള്ളാഹു തആല പറയുക. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളുകളിൽ നിന്നും വർഷാവർഷം ഒരു കൃത്യമായ നികുതി ഈടാക്കിയിരുന്നു. ഓരോ വർഷം ഒരു നികുതി കൊടുക്കണം ഗവൺമെന്റിന്. അപ്പോൾ സഹാബാക്കൾ അതിനെ ചോദ്യം ചെയ്തു. സഹാബാക്കൾ ചോദിച്ചു, ഉമറേ ഖലീഫ, അമുസ്ലിമീങ്ങളിൽ നിന്നല്ലേ ഇസ്ലാമിക രാഷ്ട്രം നികുതി വാങ്ങേണ്ടത്? മുസ്ലിമീങ്ങളിൽ നിന്ന് നികുതി വാങ്ങാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുക? അതിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഫലൈസു ബി മുസ്ലിമീൻ ഫലൈസു ബി മുസ്ലിമീൻ ഫലൈസു ബി മുസ്ലിമീൻ. 3 പ്രാവശ്യം പറഞ്ഞു. ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ട്, ആരോഗ്യമേറ്റം ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു മുസ്ലിമീങ്ങളല്ല, ഒരു മുസ്ലിമീങ്ങളല്ല, ഒരു മുസ്ലിമീങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്ന് നികുതി ഈടാക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരു സഹാബിയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ ചോദ്യം ചെയ്തിട്ടില്ല. എത്ര കൃത്യമായിട്ടാണ് ഹജ്ജ് ചെയ്യാനുള്ള അവകാശം, സാമ്പത്തികമുള്ളവൻ, ആരോഗ്യമുള്ളവൻ അത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല എന്ന് ഉമർ റളിയല്ലാഹു തആല വിധി കൽപ്പിക്കുകയും അവരിൽ നിന്ന് കൃത്യമായിട്ട് നികുതി ഈടാക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുമ്പോൾ നമുക്കാർക്കും ഇനി പോകാനുള്ള അവസരമില്ല. ഈ അവസരത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഞാൻ ഹജ്ജ് നിർവഹിക്കും. മരണം നമ്മുടെ മുന്നിൽ എപ്പോഴാണെന്ന് അറിയാൻ കഴിയില്ല. മരണം വരുന്നതിന് മുമ്പ് നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ എന്ത് വരാനിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ഹജ്ജ് പെട്ടെന്ന് ചെയ്യണം. ഹജ്ജ് പെട്ടെന്ന് ചെയ്യണം. ഹജ്ജ്, ഒരു മനുഷ്യന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടാൽ അവന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സംഭവിക്കും. ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ 2 അടയാളങ്ങളിൽ ഒന്ന് ജീവിതത്തിൽ മാറ്റം വരലാണ്. ഹജ്ജിന് ശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുക, ജീവിതം നന്നാകുക. മറ്റൊരടയാളമാണ് ഹജ്ജിന് ശേഷം പെട്ടെന്ന് മരണം സംഭവിക്കുക എന്നുള്ളത്. ഹജ്ജിൽ വെച്ചു ഹജ്ജിന് ശേഷം മരണം സംഭവിക്കുക. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഹജ്ജിൽ വെച്ച് മരിച്ചു വീണയാളാണ്. 1973 ജനുവരി 1 അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തന്റെ 26ാമത്തെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. അദ്ദേഹത്തിന് 26 മക്കളുണ്ടായിരുന്നു. 26 ഹജ്ജും ചെയ്തു. 26ാമത്തെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡോക്ടറായ ഡോക്ടർ CK രാമചന്ദ്രൻ, കാർഡിയോളജിസ്റ്റ്, അദ്ദേഹം പറഞ്ഞതാണ്, പോകരുത് തങ്ങളെ, ഈ വർഷം ഹജ്ജിന് പോകരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ തങ്ങൾക്ക് പോകണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ CK രാമചന്ദ്രൻ 45 ഗുളിക എഴുതി കൊടുത്തു. 45 ദിവസത്തേക്ക് കഴിക്കാനുള്ള ഗുളിക എഴുതി കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൻ ഹംസ ബാഫക്കി കോഴിക്കോട് മെഡിക്കൽ സ്റ്റോർ മുഴുവനും തിരകിയിട്ടും 19 ഗുളിക കിട്ടുള്ളൂ. വാപ്പയോട് പറഞ്ഞു, വാപ്പ 19 കിട്ടിയുള്ളൂ, ബാക്കിയുള്ളത് ബോംബെയിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞു വാപ്പയോട് പറഞ്ഞപ്പോൾ ആ മകന്റെ ചെവിയിൽ വാപ്പ ഒരു രഹസ്യം പറഞ്ഞു, വേണ്ട മോനെ, 19 മതിയാകും. മക്കയിലെത്തി പരിശുദ്ധമായ അറഫയിൽ നിന്നു. മുസ്ദലിഫ, മീന പൂർത്തീകരിച്ചു. ജനുവരി 16 മക്കയിലേക്ക് വന്നു ഇഫാദത്തിന്റെ തവാഫിന് വേണ്ടി. 17 അന്ന് സുബഹിക്ക് തഹജ്ജുദ് നിസ്കാരത്തിനെത്തി. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇഫാദത്തിന്റെ തവാഫ് ആരംഭിച്ചു. 3ാമത്തെ തവാഫിൽ തങ്ങൾ വീണു. തങ്ങളെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി. 17 അന്ന് ളുഹർ നിസ്കരിക്കാൻ ഹറമിലെത്തിയില്ല. മഗ്രിബ് ഇശ, അസർ, മഗ്രിബ് ഇശ ഹറമിൽ ഒന്ന് നിസ്കരിച്ചു. ജനുവരി 18, 1973 ജനുവരി 18 രാത്രി അർദ്ധരാത്രി 12:30 തങ്ങൾ പറഞ്ഞു, എന്നെ വലതുവശത്തേക്കൊന്ന് ചെരിച്ചു കിടത്തണം. ഡോക്ടറെ മുമ്പ് പരിശോധിച്ചിട്ടുണ്ട്. 19 ഗുളിക അന്ന് തീർന്നു. 19 ഗുളികയും കഴിച്ചു കഴിഞ്ഞ അന്ന് രാത്രി അർദ്ധരാത്രി 12:30 തങ്ങൾ പറഞ്ഞു, എന്നെ വലതുവശത്തേക്കൊന്ന് ചെരിച്ചു കിടത്തണം. ആ ചെരിച്ചു കിടത്തിയപ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നി ഖദീജ ബീവിയുടെയും അവിടുത്തെ ആദ്യത്തെ മകൻ കാസിമിന്റെയും ചാരത്ത് ജന്നത്തുൽ മുഅല്ലയിൽ നിന്ന് ബാഫക്കി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഹജ്ജിനിടക്ക് മരിച്ചുപോയ മഹാനാണ് അദ്ദേഹം. ഒരാളുടെ ഹജ്ജിന്റെ ഖബൂലിയത്തിന്റെ അടയാളമാണ് ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ ഹജ്ജിന് ശേഷം മറ്റു ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുമായിട്ട് മരിച്ചു പോവുക എന്നുള്ളത്. ഹജ്ജ് ഒരു മനുഷ്യരിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് സൂക്ഷ്മതയാണ്, തഖ്വയാണ്. അതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന ആളുകൾക്ക് ഒരിക്കലും മോശമായി ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹജ്ജ് അള്ളാഹു കബൂലാക്കിയിട്ടില്ല. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് കൊണ്ടുപോകാൻ മറന്നാലും തഖ്വ കൊണ്ടുപോകാൻ മറക്കരുത്. നിങ്ങളുടെ ലഗേജിൽ നിങ്ങൾ തഖ്വ കൊണ്ടുപോകാൻ മറക്കരുത്. അത് തിരിച്ചു കൊണ്ടുവരും വേണം. നിർബന്ധമായി കൂടെ കൊണ്ടുപോകേണ്ടതും നിർബന്ധമായി തിരിച്ചു കൊണ്ടുവരേണ്ടതുമായ ഒരു കാര്യമേ ഉള്ളൂ, അത് തഖ്വയാണ്. ഈ തഖ്വ നിങ്ങളുടെ ഹജ്ജിൽ ഉണ്ടായിരിക്കും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഹജ്ജ് നിർവഹിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ പല ആളുകളും മുസ്ലിം സമുദായത്തിനും ഹാജിമാർക്കും തന്നെ നാണംകേടുണ്ടാക്കുക. അവരുടെ ജീവിതം മാറിയിട്ടില്ല. അവർ പഴയതിനേക്കാൾ മോശമായ പല ഹാജിമാരുണ്ട്.
ഹജ്ജ് മനുഷ്യനെ മാറ്റണം. അതിനാണ് തഖ്വ കൂടെ കൊണ്ടുപോകാനും തഖ്വയുമായി തിരിച്ചു വരാനും അല്ലാഹു തആല പറഞ്ഞത്. നമുക്കറിയാം, ഹജ്ജിലേക്ക് കയറി കഴിഞ്ഞാൽ ഇഹ്റാമിന്റെ വേഷം എന്ന് പറയുന്നത് സ്ത്രീക്ക് മുഖം മറയ്ക്കാൻ പാടില്ല. പുരുഷൻ അവന്റെ ശരീരത്തിൽ ഡ്രസ്സ്, തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. വലിയ പരീക്ഷണമാണത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സ്ത്രീകളുണ്ട്, സുന്ദരികളായ സ്ത്രീകളുണ്ട്, മുഖം മറയ്ക്കാത്ത സ്ത്രീകളാണ്. പുരുഷൻ അവന്റെ നെഞ്ചിന്റെ ഭാഗം മറയ്ക്കുന്നില്ല, അവൻ തുന്നപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടില്ല. ഏതൊരാൾക്കും നോക്കാനും കാണാനും തോന്നുന്ന ഒരു സന്ദർഭമാണത്. പക്ഷേ ഇന്നേ വരെ ചരിത്രത്തിൽ പരിശുദ്ധ ഹറമിന്റെ പരിസരത്ത് ഒരു സ്ത്രീ പീഡനം നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ പൊക്കി പിടിക്കുമായിരുന്നല്ലോ. അത്ര തഖ്വയാണ് അവിടെ. തിക്കും തിരക്കിലുമാണ് തവാഫ് നടക്കുന്നത്. ആണും പെണ്ണും ഇടകലർന്നാണ് തവാഫ് നടക്കുന്നത്. ആ തവാഫിനിടയ്ക്ക് ഇന്നേ വരെ ചരിത്രത്തിൽ ഒരു പുരുഷനോ സ്ത്രീയെ കയറി പിടിച്ച ചരിത്രമില്ല. കാരണം മനുഷ്യനെ അവിടെ നയിക്കുന്നത് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള തഖ്വയാണ്. എന്തിനാണ് ആ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നത്? ആ തവാഫ് തന്നെ സത്യത്തിൽ ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ അടിമയാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ചടങ്ങാണ് തവാഫ്. തവാഫിൽ വലിയൊരു ലോജിക്ക് ഉണ്ട്. തവാഫിന്റെ ലോജിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. തവാഫ് എന്ന് പറഞ്ഞാൽ കഅബ ശരീഫിനെ ഇടം വെക്കലാണ്, വലം വെക്കലല്ല. ഇവിടെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ വലം വെക്കാറുണ്ട്. കഅബയിൽ ആരും വലം വെക്കലില്ല, കഅബ ഇടം വെക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇടം വെക്കുന്നതിന്റെ യുക്തി? പ്രപഞ്ചത്തിന്റെ ചലനം മുഴുവനും ഇടം വെക്കലാണ്, ഇടത്തോട്ടാണ്. ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് പരമാണുവാണ്. പരമാണു, ഈ പരമാണുവിലുള്ള ചലനം മുതൽ സൗരയൂഥത്തിലുള്ള ചലനം വരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ടാണ് ചലനം. ആ ചലനമാണ് കഅബയിൽ നടക്കുന്നത്. പരമാണുവിൽ ന്യൂക്ലിയസ് ആണ് പരമാണുവിന്റെ കേന്ദ്രം. അതിനു ചുറ്റും, ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കറക്കം ഇടത് ചേർന്ന ഇടദോഷത്തേക്കാണ്, വലത്തല്ല. ഒരു മനുഷ്യന്റെ, പുരുഷന്റെ ബീജം സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത് അണ്ഡവുമായി സംയോജിക്കുന്നതിന് മുമ്പ്, സിക്താണ്ഡം രൂപപ്പെടുന്നതിന് മുമ്പ് ഈ പുരുഷ ബീജം ആ സ്ത്രീയുടെ അണ്ഡത്തിനു ചുറ്റും കറങ്ങുന്നുണ്ട് കുറെ പ്രാവശ്യം. അത് ഇടത് ചേർന്നാണ് കറങ്ങുക, വലത് ചേർന്നല്ല, ഇടത്തോട്ടാണ് കറക്കം. ഇനി സൗരയൂഥത്തിലേക്ക് പോയാൽ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രഹങ്ങളുടെ ചുറ്റലും ഇടത് ചേർന്നാണ്, വലത്തോട്ടല്ല. എല്ലാ ഗ്രഹങ്ങളും അതിന്റെ സ്വന്തം അക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇടത്തോട്ടാണ്, വലത്തോട്ടല്ല. അപ്പൊ പരമാണു മുതൽ ഗാലക്സി വരെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കറക്കവും ഇടത്തോട്ടാണ്. ഒരു ആന്റി ക്ലോക്ക് ബേസ്, ഒരു ഘടികാര സൂചി പിന്നോട്ട് കറങ്ങും പോലെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്ന ഒരു ഹാജി അവൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. പരമാണു മുതൽ ഗാലക്സി വരെയുള്ള പ്രപഞ്ചം എങ്ങനെയാണോ അതിന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ ഞാനും ഇതാ കറങ്ങുകയാണ് ഈ കഅബയ്ക്ക് ചുറ്റും. ഞാനും കറങ്ങുകയാണ് ഈ കഅബയ്ക്ക് ചുറ്റും. എല്ലാ സൃഷ്ടികളും കറങ്ങും പോലെ, പരമാണു മുതൽ ഗാലക്സി വരെ എല്ലാ സൃഷ്ടികളും കറങ്ങും പോലെ. എന്താണ് ഈ കഅബയുടെ പ്രത്യേകത? കഅബ ഭൂമിയുടെ കേന്ദ്രമാണ്. ഭൂമിയുടെ കേന്ദ്രം. ഒരു കോമ്പസ് കുത്തിയിട്ട് ഒരു റൗണ്ട് വരയ്ക്കാൻ തീരുമാനിച്ചാൽ, ഒരു വൃത്തം വരയ്ക്കാൻ തീരുമാനിച്ചാൽ, ആ കഅബയിൽ ഒരു കോമ്പസ് കുത്തിയാൽ ആ കഅബ, പരിശുദ്ധമായ കഅബ ഈ ഭൂമിയുടെ സെന്റർ ആയിരിക്കും. ഭൂമിയുടെ ജോഗ്രഫിക്കൽ സെന്റർ മാത്രമല്ല, ആ കഅബയാണ് സംസ്കാരങ്ങളുടെ ഉറവിടം. കഅബയാണ്, കഅബയിൽ നിന്നാണ് സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കഅബയാണ് നാഗരികതയുടെ കേന്ദ്രമെന്ന് പരിശുദ്ധ കഅബയാണ്. ആ കഅബയ്ക്ക് ചുറ്റുമാണ് ഇങ്ങനെ തവാഫ് ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവനും കറങ്ങും പോലെ ഇടത്തോട്ട് ഇങ്ങനെ കറങ്ങുവാണ് മനുഷ്യൻ. 7 പ്രാവശ്യം ചുറ്റിയാലാണ് ഒരു തവാഫാകുക. എന്താണ് 7ന്റെ പ്രത്യേകത? 7 എന്നുള്ളത് പ്രപഞ്ചഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഖ്യയാണ് 7. കാരണം ആകാശങ്ങൾ 7ആണ്, ഭൂമി 7ആണ്, ഭൂഖണ്ഡങ്ങൾ 7ആണ്, സമുദ്രങ്ങൾ 7ആണ്, ആഴ്ചയിലെ ദിവസങ്ങൾ 7ആണ്. ഇതെല്ലാം 7ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനോട് പറയാണ്, ഈ പ്രപഞ്ചഘടനയോട് നീ താദാമ്യം പ്രാപിച്ചുകൊണ്ട് എന്റെ പരിശുദ്ധമായ കഅബയ്ക്ക് ചുറ്റും നീ ഇടതു ചേർന്നുകൊണ്ട് 7 പ്രാവശ്യം ചുറ്റുക. ഇതാണ് തവാഫ്. ഈ തവാഫാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത്. ഈ തവാഫാണ് പരിശുദ്ധമായ കഅബയുടെ ചുറ്റും ഒരു ഹാജിക്ക് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത്. പരിശുദ്ധമായ മക്ക സുരക്ഷാ കേന്ദ്രമാണ്. മക്ക ഒരു ആളെയും ആക്രമിക്കപ്പെടാത്ത, ആകാശത്തിലൂടെ പറക്കുന്ന പറവകളും ഭൂമിയിലൂടെ നടക്കുന്ന ജന്തുക്കളും ഒന്നിനെ പോലും ഉപദ്രവിക്കപ്പെടാൻ കഴിയാത്ത സുരക്ഷിത കേന്ദ്രമായ മക്കയിലാണ് അല്ലാഹു തആല ഹജ്ജിന് വേണ്ടി ഹാജിമാരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ആ ഹജ്ജിന്റെ അതിപ്രധാനമായ ഒരു ചടങ്ങാണ് അറഫ സംഗമം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച ചൊവ്വാഴ്ചയോടുകൂടി നടക്കാൻ പോകുന്ന അറഫ സംഗമം. ലോകത്തുള്ള ലക്ഷക്കണക്കായ മനുഷ്യന്മാർ ഒരേ വേഷത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന തൽബിയത്തിന്റെ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് ആ പുണ്യഭൂമിയെ, അറഫ മൈതാനിയെ അക്ഷരാർത്ഥത്തിൽ ഒരു വെള്ളക്കടലാക്കി മാറ്റിക്കൊണ്ട് അവിടെ സംഗമിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനകളുടെ കേന്ദ്രമായി അറഫ മാറാൻ പോകുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന ദിവസം. ലൈലത്തുൽ ഖദറിൽ പോലും ഇറങ്ങി വരുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാണ്, ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മലക്കുകളാണ്. എന്നാൽ അറഫയിലേക്ക് ഇറങ്ങി വരുന്നത് പടച്ച തമ്പുരാൻ തന്നെയാണ്. അള്ളാഹുവിന് അനുയോജ്യമായ രീതിയിൽ അറഫ മൈതാനിയുടെ മുകളിലേക്ക് ഇറങ്ങി വന്നിട്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ കണ്ടില്ലേ മലക്കുകൾ, ഈ മനുഷ്യരെയല്ലേ നിങ്ങൾ സൃഷ്ടിക്കരുതെന്ന് പറഞ്ഞത്? മാ അറാദ ഹൗലായി, എന്താണ് ഇവരുടെ ഉദ്ദേശം? ഖദ് ഗഫർതു ലഹും, ഈ മനുഷ്യന്മാർക്ക് മുഴുവൻ ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണെന്ന് പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കുന്ന ദിവസമാണ് പരിശുദ്ധമായ അറഫയുടെ ദിവസം. അറഫയിൽ ഹാജിമാർ സംഗമിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ സംഗമിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നമ്മൾ നോമ്പുകാരായിരിക്കുക. ഹാജിമാർക്ക് നോമ്പ് സുന്നത്തില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 9 അന്ന് നോമ്പ് പിടിക്കൽ അതിപ്രധാനമായ ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത്തൽ മാദിയ വൽ ബാഖിയ. അറഫയുടെ നോമ്പ് പിടിക്കുന്ന ഒരാൾക്ക് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 വർഷത്തെ തെറ്റുകളെ പൊറുപ്പിക്കാൻ കഴിയുന്ന ഒരു നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പ്. ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വർഷത്തെ നോമ്പ് വരാനിരിക്കുന്ന വർഷം കൂടി പൊറുപ്പിക്കപ്പെടുമെന്ന ആ വിശ്വാസികളുടെ ഓഫറിൽ നിന്നും വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ അവൻ ആയുസ് കൂടി കിട്ടുമെന്നൊരു സൂചനയുണ്ട്. കാരണം വരാനിരിക്കുന്ന വർഷത്തെ പാപം പൊറുക്കണമെങ്കിൽ വരാനിരിക്കുന്ന വർഷം ജീവിച്ചിരിക്കണമല്ലോ. അതുകൊണ്ട് അതിപ്രധാനപ്പെട്ട ഒരു ദുആയും ദുആയുടെ ദിവസം കൂടിയാണ് അറഫ ദിവസം. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും നല്ല പ്രാർത്ഥന. അതുകൊണ്ട് നാം അന്ന് പ്രാർത്ഥന നിരതരായിരിക്കണം, നാം അന്ന് നോമ്പുകാരായിരിക്കണം. അറഫ ദിവസത്തിൽ അന്ന് അവിടെ ഒരു ഖുതുബ നടക്കും, 2 ഖുതുബ നടക്കും. ആ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചതിന് ശേഷമാണ് അറഫയിൽ നൃത്തം ആരംഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വദായിൽ ചെയ്ത ഒരു പ്രസംഗമുണ്ട്, ഒരു വിടവാങ്ങൽ പ്രസംഗം. ആ പ്രസംഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കപ്പെടുന്ന ആള് അവിടെ ഒരു ഖുതുബ നിർവഹിക്കുക. ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് പ്രവാചകൻ അന്ന് അവിടെ നടത്തിയത്. അന്ന് വരെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചൊരു പുസ്തകത്തിലും എഴുതപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം നടത്തുമ്പോൾ അന്ന് വരെ ചരിത്രത്തിൽ ഒരിടത്തും മനുഷ്യന്റെ അവകാശങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അവിടെയാണ് പ്രവാചകൻ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചത്, ഏക മാനവികതയെ കുറിച്ച് പറഞ്ഞത്. കുല്ലുക്കും മിൻ ആദം വ ആദമ മിൻ തുറാബ്. മനുഷ്യരെ നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്, ആദമോ മണ്ണിൽ നിന്നുള്ളയാളാണ്. നിങ്ങളുടെ റബ്ബൊന്നാണ്, നിങ്ങളുടെ വാപ്പയൊന്നാണ്. ഈ മനുഷ്യ സമത്വം, മനുഷ്യ സാഹോദര്യം, ഏകമാനവികത, ഇതാണ് പ്രവാചകൻ എന്ന അറഫയിൽ ഊന്നി പറഞ്ഞൊരു കാര്യം. അന്നാസു കുല്ലുഹും സവാ, മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. കഅസ്നാനിൽ മിസ്തി, ഒരു ചീപ്പിന്റെ പല്ലുകൾ പോലെ എല്ലാവരും ഒരുപോലെ, ആർക്കും ഒരു വ്യത്യാസമില്ല. ലാ ഫളല ലി അറബിയിൻ അലാ ജബീൻ, ഒരാൾ അറബിയാണെന്നതിന്റെ പേരിൽ അനർബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാലി അബിയല അലാ അസ്വദ, ഒരാളുടെ തൊലി വെളുത്തു എന്നതിന്റെ പേരിൽ തൊലി കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയും അവനില്ല. ഈ പ്രവാചകന്റെ ഈ സാഹോദര്യ പ്രസംഗം, ഇന്ത്യൻ ഭരണഘടന പോലും അതിന്റെ ആർട്ടിക്കിൾ 14 സമത്വവും സാഹോദര്യവും എഴുതി ചേർത്തത് ഈ നൂറ്റാണ്ടിലാണ്. ലോകത്ത് അമേരിക്കയുടെ ഭരണഘടനയാണ് ഏറ്റവും ആദ്യമുണ്ടായ ഭരണഘടന. അതുണ്ടായിട്ട് 10 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. 10 നൂറ്റാണ്ടിന് മുമ്പ് 10 നൂറ്റാണ്ട് പോലും ആയിട്ടില്ല. അതിനു മുമ്പാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ലോകത്തെ പ്രസിദ്ധമായ പ്രസംഗവും അതിനെ തുടർന്നുണ്ടായ ലോക സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ ആ പ്രഖ്യാപനവും ആ ഭരണഘടനയും ഒക്കെ രൂപപ്പെടുന്നത്. ഇന്ന് നമുക്കറിയാം, ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ലോകത്ത് തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹം. ഒരുപാട് പ്രതിസന്ധികൾ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തേക്ക് വന്നാലും രാജ്യം എല്ലാ പൗരന്മാർക്കും തുല്യതയും സമത്വവും പറയുമ്പോൾ തന്നെ രാജ്യത്ത് കൃത്യമായ വിവേചനങ്ങൾ, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ, മുസ്ലിമീങ്ങൾ, ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ അത് ഈ വിവേചനത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിവേചനം. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വന്ദേമാതരം മദ്രസകളിൽ പാടണമെന്ന് ബംഗാൾ സർക്കാർ നിർബന്ധമാക്കുകയാണ്. പശ്ചിമബംഗാളിൽ ഒരിക്കലും ഇവിടെയുള്ള ദൈവവിശ്വാസികൾക്ക്, ഏകദൈവവിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില പരാമർശങ്ങൾ അതിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഏകദൈവവിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഗാനങ്ങൾ ആലപിക്കാൻ കഴിയില്ല. പക്ഷെ അത് പശ്ചിമബംഗാളിലെ മദ്രസകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ, എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് ഭരണഘടന പറയുമ്പോൾ തന്നെയാണ് കൃത്യമായി മനുഷ്യന്റെ, വിശ്വാസികളുടെ മതസ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ഹിഡൻ അജണ്ടകളുമായി ഫാസിസ്റ്റ് സർക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ ഒക്കെ ആ സന്ദേശം അറഫയിലൂടെ പ്രവാചകൻ പറഞ്ഞു വെച്ച് നാം ഓർമ്മിക്കേണ്ടതും മറ്റുള്ളവർ ഓർമ്മപ്പെടുത്തേണ്ടതും. പ്രവാചകൻ അവിടെ ഊതി പറഞ്ഞ മറ്റൊരു കാര്യം സ്ത്രീകളെ കുറിച്ചാണ്.
സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രവാചകൻ ഹജ്ജത്തുൽ വദായിൽ പ്രസംഗിക്കുന്നുണ്ട്. സ്ത്രീകളെ നിങ്ങൾ അടിമകളാക്കരുത്. അവർ നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തവരാണ് സ്ത്രീകൾ. അവരോട് നിങ്ങൾ നീതി പുലർത്തണം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രവാചകൻ ആ പ്രസംഗത്തിൽ വാചാലനാകുന്നുണ്ട്. മനുഷ്യ സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പലിശയെക്കുറിച്ച് പറയുന്നുണ്ട്, സാമ്പത്തിക ഉച്ചനീചിത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആ ലോകപ്രസിദ്ധമായ പ്രവാചകന്റെ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ വർഷവും പരിശുദ്ധമായ അറഫയിൽ ഇതേപോലൊരു പ്രഭാഷണം നടക്കും. ആ പ്രഭാഷണമാണ് ലോകം ശ്രദ്ധിക്കേണ്ടത്. ആ പ്രഭാഷണത്തിലാണ് ലോകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞാണ് അറഫയിലുള്ള നൃത്തം ആരംഭിക്കുന്നത്. അറഫയിൽ സത്യത്തിൽ ആളുകളുടെ കൂട്ടക്കരച്ചിലാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കറിയാം, ളുഹർ കഴിഞ്ഞ് അറഫയിൽ ഓരോ ടെന്റുകളിലൂടെ ഓരോ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് കരയുന്ന മനുഷ്യന്മാരാണ് അവിടെ കാണാൻ കഴിയുക. വിശ്വാസം പറയുന്നുണ്ട്, അറഫയാണ് മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കേണ്ടത്. ഒരാൾ അറഫയിൽ നിന്നിട്ട് അയാളുടെ പാപം പൊറുത്തില്ല എന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി അയാളുടെ പാപം പൊറുക്കാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കണം. അറഫയിൽ പൊറുക്കപ്പെടാത്തവന്റെ പാപം പിന്നെ പൊറുക്കപ്പെടുകയില്ല. അത്രമാത്രം പുണ്യമാണ് അറഫ സംഗമം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് ഈ വർഷം അവസരം തന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ഹജ്ജും ഉംറയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ലോക മുസ്ലിമുകളുടെ ഇസ്സത്തിനും വിജയത്തിനും അള്ളാഹു തആല സബബാക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ രാജ്യങ്ങളും അവിടെയുള്ള മനുഷ്യരൊക്കെ അനുഭവിക്കുന്ന ധാരാളം ദുരിതങ്ങളുണ്ട്. യുദ്ധഭീതി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ട്രംപ് ഓരോരോ ഭീഷണികളെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കണം, സമാധാനം നിലനിൽക്കണം. അതിന് ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജും ഹാജിമാരുടെ പ്രാർത്ഥനയും ഒക്കെ കാരണമായി തീരണം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടാൻ ഈ വർഷത്തെ ഹജ്ജും അറഫയിലെ ഹാജിമാരുടെ പ്രാർത്ഥനയും അള്ളാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.